അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. യൂത്തിന്റെ ഈ വർണ്ണമായ വേദിയിൽ ഞാൻ നിങ്ങളോട് കൊച്ചു കഥ പറയാം. എന്റെ കഥയുടെ പേര് പ്രജാക്ഷേമ തൽപരനായ ഒരു രാജാവ്. ധാരാളം ഇബാദത്തുകൾ ചെയ്യുന്ന ഖുർആൻ മനഃപ്പാഠമാക്കിയ അഹ്മദുൽ വഫന്തിയായിരുന്ന രാജാവ് തന്റെ രാജ്യത്തെ 7 പ്രവിശ്യകളാക്കി പല നാട്ടുരാജാക്കന്മാർക്ക് വിഭജിച്ചു നൽകി. അതിൽ ഒരു രാജാവിന് സുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. അവളുടെ പേരാണ് സുഹറ. സുഹറയുമായി മഹ്മൂദുൽ വഫന്തിയുടെ വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഒരു ദിവസം നായാട്ടനായി മഹ്മൂദുൽ വഫന്തി ദേഹത്ത് മുഴുവൻ എണ്ണ തേച്ച് ഒട്ടാര പട്ടുവാവൂരിലൂടെ നടക്കുകയായിരുന്നു. ഖുർആൻ പാരായണത്തിൽ ഏറെ തൃപ്തിപ്പെടുന്ന ആളായിരുന്നു മഹ്മൂദുൽ വഫന്തി. ഖുർആൻ പാരായണം ചെയ്യുന്നതിനിടയിൽ ആലിമ്രാൻ സൂറത്തിൽ 26-ാമത്തെ ആയത്തെത്തിയപ്പോൾ അദ്ദേഹത്തിനൊരു സംശയം. എല്ലാ അധികാരവും നൽകുന്നവനും എടുക്കുന്നവനും നീയാണെങ്കിൽ എന്റെ ഈ അധികാരം ഒറ്റ സെക്കൻഡിൽ നീ എങ്ങനെ ഇല്ലാതാക്കും? അപ്പോഴാണ് ഒരു ഭടൻ ഓടി എന്ന് പറഞ്ഞത്, മഹാരാജാവേ കൊട്ടാര പൂമുറ്റത്ത് ഒരു പുലി. ഞാൻ പുലിയോ? രാജാവ് മുറ്റത്തെത്തി. ഭടന്മാർ കഴിവതും പുലിയെ ഓടിക്കാൻ ശ്രമിക്കുന്നു. പുലി ഓടുന്ന പ്രശ്നമേ ഇല്ല. അങ്ങനെ മഹാരാജാവ് തന്റെ ഉടവാൾ വീശിയെടുത്തു. പുലിയുടെ നേരെ നീങ്ങി. പുലി കാട്ടിലേക്ക് ഓടി. അതിനു പിന്നാലെ രാജാവും. വളരെ ധാരാളം ദൂരം സഞ്ചരിച്ചപ്പോൾ പുലി അങ്ങനെ അകന്നുപോയി. രാജാവ് ക്ഷീണിച്ചതിന്റെ പേരിൽ അവിടെ ഒരു പാറപ്പുറത്ത് കിടന്നുറങ്ങി. അപ്പോഴാണ് നമ്മുടെ സൂറയുടെ കൊട്ടാരത്തിൽ ഒരു മോഷണം നടക്കുന്നത്. സൂറയുടെ വിവാഹാഭരണങ്ങൾ ആരും ഒന്നും കാണാനില്ല. രാജാവ് കോപിതനായി. രാജാവ് പറഞ്ഞു, ആളെവിടെ? 3 ദിവസത്തിനകം കള്ളനെ ഈ കൊട്ടാരത്തിൽ ഹാജരാക്കണം. അങ്ങനെ ഭടന്മാർ കള്ളനെ തിരയുന്ന തിരക്കിൽ വളരെ ദൂരം സഞ്ചരിച്ചപ്പോൾ ഒരു പാറപ്പുറത്ത് ഒരാൾ കിടന്നുറങ്ങുന്നു. ശ്രദ്ധിച്ചു നോക്കി. അപ്പോൾ എണ്ണയെല്ലാം തേച്ച് ഒരാൾ സുഖമായി കിടന്നുറങ്ങുകയാണ്. അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി ആരും അറിയാതെ ഹാജരാക്കി അദ്ദേഹത്തിന്റെ 2 കൈകളും വെട്ടി. കൈകൾ വെട്ടിയതിന്റെ വേദനയിൽ മധുരമൂറും ശബ്ദത്തോടെ അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്യുകയായിരുന്നു. ഇപ്പോഴാണ് ആലിമ്രാൻ സൂറത്തിലെ 26-ാമത്തെ എത്തിയപ്പോൾ അദ്ദേഹം ബോധരഹിതനായി വീണു. കാരണം അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് മഹ്മൂദുൽ വഫന്തിയാണെന്ന്. അങ്ങനെ അന്ന് രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിനാവിൽ കാണുകയും എല്ലാ കാര്യങ്ങളും പറയുകയും ചെയ്തു. താൻ ചെയ്ത തെറ്റിനെല്ലാം അദ്ദേഹം അള്ളാഹുവിനോട് ക്ഷമ ചോദിച്ചു. അങ്ങനെ പിറ്റേ ദിവസം രാജാവ് മഹ്മൂദുൽ വഫന്തിയുടെ കൽക്കിയിൽ വന്ന് അപേക്ഷിച്ചു, എനിക്ക് മാപ്പ് തരണേ. അപ്പോൾ പറഞ്ഞു, ഇത് ഞാൻ എൻ്റെ അള്ളാഹുവിനോട് ചെയ്ത ഒരു തെറ്റാണ്. അതിന് അള്ളാഹു തന്ന ഒരു ശിക്ഷയാണിത്. കൂട്ടുകാരെ, മനസ്സിലായില്ലേ? അള്ളാഹു തആല എന്ത് വിചാരിച്ചാലും അത് ഉടനെ നടക്കും. ശുഭം. നിർത്തുന്നു ഈ കഥ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വേദിയിൽ പിതായ വിഭാഗം കഥ പറയൽ മത്സരം തുടരുന്നു. ജഡ്ജസ് പ്ലീസ് നോട്ട് ദ നെക്സ്റ്റ് കോൾ ലെറ്റർ ബി ഓൺ ദ സ്റ്റേജ്. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദ്മാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു കൊച്ചു കഥ പറയട്ടെ. അല്ല റഹ്മാനെ, കഥ നേട്ടപ്പോ എങ്ങോട്ട് ചിന്തിച്ച് മണ്ടേ അവിടെ ഇരിക്കജി. ഇത് ഇജി വിചാരിച്ച കഥയല്ല, മറ്റേതാ ലവ്. ഔ, അത് പറഞ്ഞപ്പോ എന്താ പോന്റെ ഒരു ഉഷാറ്. ഈ ചെയ്താലും മാമാക്കാട് നല്ല ചൂട് കട്ടണം പറയാനിരിക്ക്. നമ്മളെ കഥ നടക്കുന്നത് അങ്ങ് മദീനയിലോ അങ്ങ് ആഫ്രിക്കയിലോ അല്ല. നമ്മളെ കാക്കച്ചേരി മെയിൻ റോട്ടിൽ നിന്ന് ഒരു 2 വളവ് അങ്ങോട്ട് കഴിഞ്ഞിട്ട് ആ വലത്ത് കാണുന്ന പള്ളിന്റെ ഇടത്തെ സൈഡത്തെ വലിയ പെരല്ലേ, നമ്മൾ നാസറാക്കാന്റെ പെര തന്നെ.
മൂപ്പർക്കൊരു ശുചിയായ മോനും ഒരു പഞ്ചാര കട്ടായ മോളുണ്ട്. ഓളെ പേരാ ലൈല. ആമിനാത്താണങ്ങളെ കൊഞ്ചിച്ച് ആകെ വഷളാക്കി. ഓളാണെങ്കിലോ മദ്രസയുടെ പട്ടി പോലും കണ്ടിട്ടില്ല. അല്ല റഹ്മാനെ, എനിക്ക് മനസ്സിലാത്ത കാര്യം, നമ്മളെ നാട്ടിലെ പൈസക്കാര കുട്ടികളെന്താ മദ്രസയിൽ പോകത്തെ? ആ, ചിലപ്പോ ഫീസ് ഇല്ലാത്തോണ്ടായിരിക്കും. അങ്ങനെ ഓള് സ്കൂളിൽ പോകാൻ വേണ്ടി ഒരു 8-8:30 കുളിച്ച് മാറ്റി അങ്ങോട്ട് ഇറങ്ങും. ഹൗ, എന്താ ഒരു ഗമ! തലയും മറക്കൂല, കൈയാണെങ്കിൽ ഇത്ര അങ്ങോട്ട് കയറ്റും ചെയ്യും. അങ്ങനെ ഓള് ബാംഗ്ലൂരിൽ കോളേജ് പഠിക്കുമ്പോൾ ഓള് നാസറാക്കാട് വന്ന് പറയാണ്, ഇപ്പച്ചേ എന്റെ ക്ലാസ്സിൽ പഠിക്കണ എല്ലാ കുട്ടികളടുത്ത് ഫോണുണ്ട്, എനിക്ക് വേണൊരു ഫോണ്. മോളെ ആഗ്രഹമില്ലെന്ന് വെച്ച് നാസറാക്കൊരു വലിയ iPhone 14 Pro വാങ്ങിക്കൊടുത്ത്. പിന്നല്ലേ കളി മാറണേ, ലൈലന്റെ കള്ളി പുറത്താണേ. ഓക്ക് ഓളെ ക്ലാസ്സിൽ ഒരു ചെക്കനോട് പ്രേമണത്രേ, പ്രേമം. അങ്ങനെ ഓള് സംഗതി നാട്ടുപാട്ടാത്ര പണിയൊന്നുമില്ലല്ലോ. അങ്ങനെ ഓള് ഈ മാസം ലീവിനത് ഓളെ ചെക്കൻ്റെ പണത്രേ. ചെക്കൻ്റെ തൊള്ളും കൈയിട്ട് ബുള്ളറ്റ് കയറി നേരെ വന്ന് പേരൻ്റെ മുന്നിൽ അങ്ങോട്ട് ഇറങ്ങി. ആമിനാത്ത തൊടപ്പും കാലും കെട്ട് മണ്ടെന്നപ്പോൾ മോളാ. പഠിച്ചോനെ, എൻ്റെ മോള് പോയല്ല റബ്ബേറിന്. ആമിനാത്തന്നെ നൊളോളിയും കളിച്ചിലും കേട്ടാണ് നാസറാക്ക മുണ്ടുപോക്ക് മേടിച്ച് സിറ്റോട്ടിക്കാണ് വരുന്നത്. ഓളി ഓളെ ചെക്കനെ കണ്ടപ്പം നാസറാക്കാന്റെ കണ്ണും മൂക്കണം ചോദിച്ചു, എന്തിനു പുറപ്പെടാടി ഇങ്ങോട്ട് കയറാന്നേ? ഞങ്ങൾ കുറെ കാലത്തിലെ ഇഷ്ടത്തിലാണ്, ഞങ്ങളെ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കണം. നീ അക്ഷരം മിണ്ടി പാണ്ടല്ലോ, നിന്റെ പല്ലടിച്ചിടും. ഇനി എന്ത് കണ്ടും കാര്യമില്ല, ഇതിൽ വർത്താനല്ല. നിറങ്ങടി വളപ്പിനിപ്പോ നിന്നൊരു നിമിഷം അവിടെ കണ്ടാണ്ടല്ലോ. ഓളൊരു കൂസലും ഇല്ലാതെ ഓളെ ചെക്കൻ്റെ തോളത്തും കൈയിട്ട് ബുള്ളറ്റ് മേറി ഒറ്റ പോക്കാം. ആമിനാത്താണെങ്കിലോ നാസറാക്കാന്റെ കൈയും കാലും പിടിച്ച് കരഞ്ഞു പറഞ്ഞ്, മോളൊന്ന് തിരിച്ചെടുക്കി, ഒന്നെങ്കിലും നമ്മളെ മോളല്ലേ. ഇനി കരഞ്ഞിട്ടും പറഞ്ഞിട്ടും എന്താ കാര്യം, എല്ലാം കയ്യിന്ന് പോയില്ലേ. ഇതാണ് ചങ്ങായിമാരെ പറയണത്. പ്രേമം തലക്ക് പിടിച്ചാൽ പിന്നെ ആര് പറഞ്ഞിട്ടും കാര്യമില്ല. ഒന്നെങ്കിൽ പഠിച്ചാൻ വിചാരിക്കണം, അല്ലെങ്കിൽ പഠിച്ചാൽ പേടി വേണം. അല്ലെങ്കിലും ദീനി അധ്യായങ്ങളൊക്കെ വില കുറിച്ച് കാണുന്നവരാണല്ലോ ഇങ്ങനത്തെ അമളികളിൽ പെട്ട് ചാടുന്നത്. നമ്മുടെ മക്കളെ ദീനി ചിട്ടയിൽ വളർത്താൻ നാഥൻ തൗഫീഖ് നൽകട്ടെ, ആമീൻ. അല്ല റഹ്മാനെ, എന്താ തൊള്ളിയും വിളിച്ചിക്കണേ? കഥനി എന്നാ വേഗം പരേക്കണ്ടിക്കോ. നമുക്ക് നാളെ കാണാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക്, ആലിയ വിഭാഗം സ്പീച്ച് മലയാളത്തിൽ വിഷയം സ്വീകരിക്കുന്നതിന് വേണ്ടി മത്സരാർത്ഥികൾ മൈക്ക് പോയിന്റുമായി ബന്ധപ്പെടേണ്ടതാണ്. ശ്രദ്ധിക്കുക, ആലിയ വിഭാഗം സ്പീച്ച് മലയാളത്തിന് വിഷയം സ്വീകരിക്കുന്നതിന് വേണ്ടി മൈക്ക് പോയിന്റുമായി വിദ്യാർത്ഥികൾ ബന്ധപ്പെടേണ്ടതാണ്. വേദിയിൽ ബിദായ വിഭാഗം കഥ പറയൽ മത്സരം തുടരുന്നു. ജഡ്ജസ്, പ്ലീസ് നോട്ട് the next call letter C on the stage. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് മുമ്പിൽ ഞാനൊരു കൊച്ചു കഥ പറഞ്ഞു തരാം. ശ്രദ്ധിച്ചു കേൾക്കണേ, പാഠങ്ങളുണ്ട് ഈ കഥയിൽ. എന്നാൽ കഥ തുടങ്ങാം. മക്ക പട്ടണത്തിന് ചുറ്റുപാടും മലകളാണ്. മഴ പെയ്താൽ ഉടനെ വെള്ളപ്പൊക്കമുണ്ടാകും. കഅബാലയം ഒരു താഴ്ന്ന പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മഴ പെയ്ത് വെള്ളപ്പൊക്കമുണ്ടായാൽ നമ്മുടെ കഅബാലയം വെള്ളത്തിലാകും. അന്നത്തെ കഅബാലയത്തിന്റെ രൂപം എങ്ങനെയായിരുന്നു കേൾക്കണ്ടേ? വെറും 4 ചുമരുകൾ, മേൽക്കുര പോലുമില്ല. ചുമരുകൾക്കാണെങ്കിലോ ഒരാളുടെ ഉയരമേ ഉള്ളൂ. ഇങ്ങനെയായിരുന്നു അന്നത്തെ കെട്ടിടം. അങ്ങനെ ഒരു ദിവസം മഴ പെയ്ത് വെള്ളപ്പൊക്കമുണ്ടായി. അന്നത്തെ വീടുകൾക്കെല്ലാം വിള്ളൽ വന്നു. കഅബാലയത്തിനടുത്തേക്ക് വെള്ളം കുതിച്ചേക്കുന്നത് തടയാൻ കുറച്ച് ആളുകൾ ചേർന്ന് ഒരു ബണ്ട് കെട്ടി. അതിന് ധാരാളം പണം ആവശ്യമായി. അത് കാണാനും അഭിപ്രായങ്ങൾ പറയാനും ധാരാളം ആളുകൾ അവിടെ വന്നു. ശേഷമുണ്ടായ ശക്തമായ വെള്ളപ്പൊക്കത്തിൽ ആ ബണ്ടുകളെല്ലാം പൊളിഞ്ഞു വീണു. കഅബാലയം പിന്നെയും വെള്ളത്തിൽ തന്നെയായി. കഅബാലയം പുതുക്കി പണിയാൻ ഖുറൈശികൾ തീരുമാനിച്ചു.
അതിന് പുതുക്കി പണം ശുദ്ധമായ പണം തന്നെ വേണം. ഹലാലല്ലാത്ത പണം ഒട്ടും പാടില്ല. അങ്ങനെ അവർ പണം ശേഖരിച്ചു. പഴയ കെട്ടിടം പൊളിക്കണം, പുതിയ ചുമരുകൾ പണിയണം, മേൽക്കൂരയും പണിയണം, കെട്ടിടത്തിന്റെ ഉയരം കൂട്ടുകയും ചെയ്യണം. ചുമരുകൾ പൊളിക്കാൻ സമയമായി. ഖുറൈശി ഗോത്രത്തിലെ എല്ലാ തറവാട്ടുകാരും ഈ പുണ്യകർമ്മത്തിൽ പങ്കെടുത്തു. അങ്ങനെ പഴയ കെട്ടിടം പൊളിച്ചു, പുതിയ ചുമരുകൾ ഉയർന്നു വന്നു. ഹജറുൽ അസ്വദ് എത്തി. ആരാണ് ഹജറുൽ അസ്വദ് വെക്കുക? ആർക്കാണ് അതിനുള്ള അവകാശം? തറവാട്ടുകാർ തമ്മിൽ തർക്കമായി. വാക്കേറ്റം കയ്യാങ്കളിലേക്ക് എത്തി. ഒരു രക്തച്ചൊരിച്ചിലിന്റെ വക്കോളം എത്തി. ഈ അവസ്ഥ കണ്ട് പലരും ദുഃഖിച്ചു. എങ്ങനെയായാലും ഹജറുൽ അസ്വദ് വെക്കുന്നതിന്റെ പേരിൽ ഒരു തർക്കം പാടില്ല. ആ സമയത്ത് ഒരു വൃദ്ധൻ മുന്നോട്ട് വന്നു. എല്ലാവരും ആദരിക്കുന്ന ഒരു മനുഷ്യൻ, ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള നേതാവ്. അദ്ദേഹം ഗോത്രക്കാരോടെ പറഞ്ഞു, ഈ തർക്കം ഒന്ന് മതിയാക്കൂ, ഞാനൊരു പരിഹാര മാർഗം പറഞ്ഞു തരാം. എല്ലാവരും അദ്ദേഹത്തെ ശ്രദ്ധിച്ചു. മസ്ജിദുൽ ഹറാമിലേക്ക് ആദ്യമായി ആരാണോ കടന്നു വരുന്നത് അദ്ദേഹത്തെ തന്നെ നമുക്ക് വിധികർത്താവായി നിയമിക്കാം. നല്ല തീരുമാനം. എല്ലാവരും അംഗീകരിച്ചു. അവർ കാത്തിരുന്നു. കാത്തിരിപ്പിനൊടുവിൽ ഇതാ വരുന്നു നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവർക്കും സന്തോഷമായി. എല്ലാ പ്രശ്നം അവതരിപ്പിച്ചു. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ മനസ്സിൽ ഒരു ആശയം തോന്നിപ്പിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ പുതപ്പ് നിലത്ത് വിരിച്ച് ഇതിന് നടുക്ക് ഹജറുൽ അസ്വദ് വെച്ച് എല്ലാ ഗോത്രക്കാരുടെ നേതാക്കന്മാരെ വിളിച്ച് ഉയർത്താൻ പറഞ്ഞു. യഥാർത്ഥ സ്ഥാനത്ത് എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജറുൽ അസ്വദ് നീക്കി വെച്ചു. അങ്ങനെ ഹജറുൽ അസ്വദ് സ്ഥാപിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും ആശ്വാസമായി. ഇത്രയും വലിയ രക്തച്ചൊരിച്ചിൽ നിന്നും ഒഴിവായി കിട്ടിയ സന്തോഷത്തിലാണ് എല്ലാവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മതിപ്പ് തോന്നി. കൂട്ടുകാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുറൈശികൾക്കിടയിൽ ഇത്ര സ്വീകാര്യത ലഭിക്കാൻ കാരണം എന്താണ്? അതെ, ജീവിതത്തിൽ എപ്പോഴും സത്യസന്ധത പുലർത്തി കാണിച്ചു വരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കളവും വഞ്ചനയും കൊലയും അധികരിച്ച ഈ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ശുഭം ഇവിടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. വേദിയിൽ ബിദായ വിഭാഗം കഥ പറയൽ മത്സരം തുടരുന്നു. The next call letter D on the stage. അസ്സലാമു അലൈക്കും കൂട്ടുകാരെ. ഞാൻ ഇന്നിവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത് എന്തിനാണെന്നറിയാമോ കൂട്ടുകാരെ? ഒരു കൊച്ചു കഥ പറയാനാണ്. ഞാൻ പറയുന്ന കഥയുടെ പേരെന്താ അറിയാമോ? വിസ്മയിപ്പിച്ച മാതൃപുത്രൻ. ഒരിക്കൽ മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുമായി സംസാരിക്കുകയായിരുന്നു. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, ഓ നാദാ, എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ ആരായിരിക്കും? അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, ഓ മൂസ, നിന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ ഒരു ഗ്രാമത്തിലെ ഇറച്ചുവെട്ടുകാരനായിരിക്കും. മൂസാ നബി അലൈഹി സ്വലാം പ്രസ്തുത ഗ്രാമത്തിലേക്ക് യാത്രയായി. ധാരാളം മലകളും തോടുകളും താണ്ടി മൂസാ നബി അലൈഹി സ്വലാം പ്രസ്തുത ഗ്രാമത്തിലെത്തി. അവിടെ എത്തി അന്വേഷിച്ചപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം അന്വേഷിച്ചു വരാൻ മാത്രമുള്ള ഒരു സ്വാലിയായ ഇറച്ചുവെട്ടുകാരൻ അവിടെ ഇല്ലായിരുന്നു എന്നായിരുന്നു അവിടുന്ന് കിട്ടിയ മറുപടി. മൂസാ നബി അലൈഹി സ്വലാം അവിടെ വിട്ട് വീണ്ടും യാത്രയായി. അന്വേഷണത്തിനൊടുവിൽ മൂസാ നബി അലൈഹി സ്വലാം ഒരു ഇറച്ചുവെട്ടുകാരനെ കണ്ടു. മൂസാ നബി അലൈഹി സ്വലാം ഇതല്ലായിരിക്കും എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ എന്ന് കരുതി കുറച്ചു മാറി നിന്നു. കുറച്ചു സമയത്തിന് ശേഷം വീണ്ടും മുന്നോട്ട് നിന്നു. അദ്ദേഹം ധാരാളം പേർക്ക് ഇറച്ചുവെട്ട് നൽകുന്നുണ്ടായിരുന്നു. അദ്ദേഹം കുറച്ച് മാംസം മാത്രം ബാക്കി വെച്ചുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാമിനോട് ചോദിച്ചു, അങ്ങ് ആരാണ്? ഞാനൊരു യാത്രക്കാരനാണ്. അങ്ങ് എന്തിനാണ് വന്നത്? ഞാൻ വെറുതെ വന്നതാ. അങ്ങ് എവിടെ നിന്ന് വരുന്നു?
ഞാൻ മിസ്രിൽ നിന്ന് വരുന്നു. മൂസാ നബി അലൈഹി സ്വലാം പോവാൻ ഭാവിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങ് പോകരുതേ, അന്ന് എൻ്റെ അന്നത്തെ അതിഥിയാണ്. അവർ രണ്ടുപേരും നടന്ന് ഒരു വീടിന്റെ മുന്നിലെത്തി. ആ മനുഷ്യൻ ആ വീടിന്റെ വാതിൽ തള്ളി തുറന്നു. മൂസാ നബി അലൈഹി സ്വലാമിനെ ആ വീട്ടിലേക്ക് സ്വീകരിച്ച് അണിയിരുത്തി. അതിനുശേഷം അദ്ദേഹം കൊണ്ടുവന്ന ഇറച്ചിയുമായി അദ്ദേഹം അടുക്കളയിലേക്ക് പോയി. അത് കേക്ക് വൃത്തിയാക്കി അടുപ്പിലാക്കി പാകം ചെയ്തു. അതിനുശേഷം ആ മാംസവുമായി മൂസാ നബി അലൈഹി സ്വലാമിന്റെ അടുക്കലേക്ക് പോയി. മൂസാ നബി അലൈഹി സ്വലാമിനോട് തിന്നാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇവിടെ നിങ്ങളല്ലാതെ വേറെ ആരുമില്ലയോ? ഉണ്ടെന്ന മറുപടിയുമായി അദ്ദേഹം അടുക്കളയിലേക്ക് വീണ്ടും പോയി. കുറച്ച് സമയത്തിന് ശേഷം അദ്ദേഹം ഒരു വൃത്തിയായ മാതാവിനെ താങ്ങിക്കൊണ്ട് കടന്നു വരുന്നു. ആ മാതാവിനെ ഒരു കസാലയിൽ ഇരുത്തി. എങ്ങനെയാണ് ഒരു മാതാവ് ഒരു പിഞ്ചു മകന് ഭക്ഷണം നൽകുന്നത്, അതുപോലെ ഭക്ഷണം നൽകി. ഒരു കഷ്ണം ഇറച്ചിയെടുത്ത് കയ്യിലെടുത്ത് മൊയപ്പെടുത്തി ആ മാതാവിൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. കുറച്ച് വെള്ളമെടുത്ത് ആ മാതാവിൻ്റെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ആ മാതാവിനെ കുളിപ്പിച്ച് പുതിയ വസ്ത്രം അണിയിച്ചു. അതിനുശേഷം ആ മാതാവ് കിടക്കുന്നിടത്തുള്ള എല്ലാ വിസർജന വസ്തുക്കളും മാറ്റി ശുദ്ധിയാക്കി. അതിനുശേഷം അദ്ദേഹം വെളിയിലേക്ക് യാത്രയായി. ആ സമയത്താണ് ആ മാതാവിന്റെ ആദരങ്ങൾ ചലിക്കുന്നുണ്ടായിരുന്നു. മൂസാ നബി അലൈഹി സ്വലാം അത് ശ്രദ്ധിച്ചു നോക്കി. എന്തായിരിക്കും സഹോദര ആ മാതാവ് പറയുന്നുണ്ടാവുക? റബ്ബനാ, എൻ്റെ സ്വജനാവസ്ഥയിലും എന്നെ സംരക്ഷിക്കുന്ന ഈ മകനെ പ്രവാചകനായ മൂസാ നബി അലൈഹി സ്വലാമിനോടൊപ്പം ആക്കണേ. ഇത് കേട്ടപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം സന്തോഷഭരിതനായി. മൂസാ നബി അലൈഹി സ്വലാം ആ മകനെ അടുക്കലേക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ആരാണെന്ന് അറിയാമോ? അനകലിമുല്ലാഹ് മൂസ, ഞാനാണ് മൂസാ നബി അലൈഹി സ്വലാം എന്ന് മകനെ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ആ മകൻ സന്തോഷഭരിതനായി കണ്ണീർ വാർത്തെടുത്തു. മൂസാ നബി അലൈഹി സ്വലാമിനെ ആലിംഗനം ചെയ്ത് മൂസാ നബി അലൈഹി സ്വലാം അവിടം വിട്ട് യാത്രയായി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് ഈ കഥയിൽ നിന്നുള്ള ഗുണപാഠം എന്താണെന്ന് അറിയാമോ? നമ്മുടെ മാതാപിതാക്കൾക്ക് ധാരാളം സേവനങ്ങൾ ചെയ്തു കൊടുക്കുക. മാതാപിതാക്കളുടെ ദുആകൾക്ക് അല്ലാഹു തീർച്ചയായും ഉത്തരം നൽകുന്നതാണ്. മാതാപിതാക്കളെ ഗുരുത്വവും പൊരുത്തവും കിട്ടിയ മക്കളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഇത്രയും പറച്ചുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു കഥ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. വേദിയിൽ ബിദായ വിഭാഗം കഥ പറയൽ മത്സരം തുടരുന്നു. ജഡ്ജസ് പ്ലീസ് നോട്ട് ദ നെക്സ്റ്റ് കോർ ലെറ്റർ ഇ ഓൺ ദ സ്റ്റേജ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹികളായ എൻ്റെ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. സാംസ്കാരിക കേരളത്തിന്റെ നെറുകയിൽ സാരക വസന്തത്തിന്റെ അലയളികൾ തീർത്തുകൊണ്ട് ജാമിയയുടെ ജൂനിയർ കോളേജായ ട്യൂമിക്കിൽ അരങ്ങേറുന്ന യൂത്ത് എന്ന പേരിലുള്ള ഫെസ്റ്റിവലിന്റെ ഈ വേദിയിൽ ഞാൻ നിങ്ങൾക്കൊരു കൊച്ചു കഥ പറഞ്ഞു തരാം. എൻ്റെ കഥയുടെ പേര് പ്രജാക്ഷേമ തൽപന്നനായ ഒരു രാജാവ്. ധാരാളം ഇബാദത്തുകൾ ചെയ്തുകൊണ്ടിരുന്ന ഖുർആൻ മനപ്പാടമാക്കിയ മഹ്മൂദുൽ ഒഫന്തിയായിരുന്നു ആ രാജാവ്. തൻ്റെ രാജ്യത്തെ 7 പ്രവശ്യകളാക്കി പല നാട്ടുരാജാക്കന്മാർക്കുമായി അദ്ദേഹം വിഭജിച്ചു നൽകി. അതിലൊരു രാജാവിന് സുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. അവളുടെ പേര് സുഹറ. മഹ്മൂദുൽ ഖഫന്തിയുമായി സുഹറയുടെ വിവാഹം ഉറപ്പിച്ചു വച്ചിരിക്കുകയായിരുന്നു. ഒരു ദിവസം മഹ്മൂദുൽ ഖഫന്തി നായാട്ടിനെ ദേഹത്തൊക്കെ എണ്ണ തേച്ച് കൊട്ടാരം മട്ടുപാവിലൂടെ ഉലാത്തുകയായിരുന്നു. ഖുർആൻ പാരായണത്തിൽ അതീവ താല്പര്യം കാണിച്ചിരുന്ന മഹ്മൂദുൽ ഖഫന്തിയുടെ ആദരങ്ങളാൽ ഖുർആൻ സദാ മൊയിഞ്ഞുകൊണ്ടിരുന്നു. ആലിമ്രാനിലെ 26ാമത്തെ ആയത്തെത്തിയപ്പോൾ മഹ്മൂദുൽ ഖഫന്തിക്ക് ഒരു സംശയം. എല്ലാ അധികാരവും എടുക്കുന്നവനും നൽകുന്നവനും നീയാണെങ്കിൽ ഈ സെക്കൻഡിൽ എൻ്റെ അധികാരം നീ എങ്ങനെ ഇല്ലാതാക്കും? പെട്ടെന്നൊരു ഭടൻ ഓടി വന്ന് പറഞ്ഞു, മഹാരാജാവേ മഹാരാജാവേ, കൊട്ടാരപ്പൂ മുറ്റത്തൊരു പുലി. പുലിയോ? മഹാരാജാവ് മുറ്റത്തെത്തി. ഭടന്മാർ കൈവതും പുലിയെ ഓടിക്കാൻ നോക്കി.
പക്ഷേ പുലി പിന്മാറുന്ന പ്രശ്നമില്ല. അവസാനം മഹ്മൂദുൽ ഖഫന്തി തന്റെ ഉടവാൾ വലിച്ചൂരി പുലിക്ക് നേരെ നീങ്ങി. പെട്ടെന്ന് പുലി ഇടതൂർന്ന് നിൽക്കുന്ന ഒരു കാട്ടിന്റെ ഉള്ളിലേക്ക് കയറി. പിറകെ മഹ്മൂദുൽ ഖഫന്തി കുതിരപ്പുറത്തും. ദീർഘ നേരത്തെ പരിശ്രമത്തിന് ശേഷം പുലി കാട്ടിൽ അപ്രത്യക്ഷനായി. ക്ഷീണം കാരണം മഹ്മൂദുൽ ഖഫന്തി പാറപ്പുറത്ത് കിടന്ന് ഉറങ്ങിപ്പോയിരുന്നു. അതേസമയം സുഹറയുടെ കൊട്ടാരത്തിൽ ഒരു മോഷണം നടന്നിരിക്കുന്നു. സുഹറയുടെ വിവാഹാഭരണങ്ങളെല്ലാം കള്ളൻ മോഷ്ടിച്ചു. ഇതറിഞ്ഞ രാജാവ് കോപിതനായി. ആളെവിടെ? 3 ദിവസത്തിനകം കള്ളനെ നമുക്ക് മുമ്പിൽ ഹാജരാക്കുവിൻ. ഭടന്മാർ നാടാകെ തിരഞ്ഞു, പക്ഷേ കള്ളനെ കിട്ടിയില്ല. അവസാനം തല പോകുമെന്ന് ഭയന്ന് അവർ കാട്ടിലേക്ക് കാട് കയറി. പോകുന്ന വഴിക്ക് അവർ ഒരു സാധനം കിടക്കുന്നത് കണ്ടു. ഒന്നും കൂടി ശ്രദ്ധിച്ചു നോക്കി. ദേഹത്തൊക്കെ എണ്ണ തേച്ച് ഒരാളതാ പാറപ്പുറത്ത് കിടന്നുറങ്ങുന്നു. കള്ളനാണെന്ന് കരുതി അവർ മഹ്മൂദുൽ ഖഫന്തിയെ പിടിച്ചു കെട്ടി കൊട്ടാരത്തിൽ എത്തിച്ചു. ആരും അറിയാതെ വിചാരണ ചെയ്തു. 2 കൈകളും വെട്ടിമാറ്റി. അതിന്റെ വേദനയിൽ മധുരമൂറും സ്വരത്തിൽ തറവറയിലിരുന്ന് ഖുർആൻ പാരായണം ചെയ്യുകയായിരുന്നു മഹ്മൂദുൽ ഖഫന്തി. അതിൽ ആകൃഷ്ടയായ സുഹറ അദ്ദേഹത്തെ തന്റെ ഉസ്താദായി കിട്ടാൻ ആഗ്രഹിച്ചു. തന്റെ ഭാവി വരണമെന്നറിയാതെ ഖുർആൻ ക്ലാസ് ആരംഭിച്ചു. ഒരു ദിവസം ഖുർആൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കെ ആലി ഇമ്രാനിലെ 26ാമത്തെ ആയത്തെത്തിയപ്പോൾ പെട്ടെന്ന് ഉസ്താദ് ബോധരഹിതനായി വീണു. കാര്യം അന്വേഷിച്ചപ്പോഴാണ് അത് മഹ്മൂദുൽ ഖഫന്തിയാണെന്ന് മനസ്സിലായത്. ഒരു കള്ളനെ തന്റെ ഭർത്താവായി കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ സൂറ ഒരു ഭ്രാന്തിയെ പോലെ അഭിനയിച്ചു. കൂടാതെ കള്ളനെ ഭർത്താവായി കിട്ടാൻ വാശി പിടിക്കുകയും ചെയ്തു. ഭ്രാന്തിയായ തന്റെ മകളുടെ വിവാഹ ജീവിതം ആലോചിച്ച് രാജാവ് അതിന് സമ്മതിച്ചു. അന്ന് രാത്രി താൻ ചെയ്ത തെറ്റിന്റെ വണ്ണമോർത്ത് മനമൊരുക്കി പശ്ചാത്തപിക്കുകയായിരുന്നു മഹ്മൂദുൽ ഖഫന്തി. അതെ, അന്ന് രാത്രി മഹ്മൂദുൽ ഖഫന്തി ഉറങ്ങുമ്പോൾ അതാ കിനാവിൽ മുത്തറസൂലുള്ള വരുന്നു. മുത്തറസൂലയോട് തന്റെ വിഷമങ്ങളെല്ലാം മഹ്മൂദുൽ ഖഫന്തി പറഞ്ഞു. അപ്പോൾ മുത്തനബി മഹ്മൂദുൽ ഖഫന്തിയോട് തന്റെ 2 കൈകളും നീട്ടാൻ ആവശ്യപ്പെട്ടു. മഹാത്ഭുതം! തിരുനബിയുടെ തിരുസ്പർശനമേറ്റതും 2 കൈകളും പഴയ സ്ഥിതിയിലായി. ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക്. അങ്ങനെ കൊട്ടാരം മുഴുവൻ ഈ വാർത്ത അറിഞ്ഞു. അത് മഹ്മൂദുൽ ഖഫന്തിയാണെന്ന് മനസ്സിലാക്കിയ രാജാവ് അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് മാപ്പ് പറഞ്ഞു. രാജൻ, അങ്ങ് തെറ്റ് ചെയ്തത് എന്നോടാണ്. അതും അറിയാതെ ഞാൻ എൻ്റെ രക്ഷിതാവായ അള്ളാഹുവിനോടാണ് തെറ്റ് ചെയ്തത്. അതിനുള്ള ശിക്ഷയാണ് ഞാൻ അനുഭവിച്ചത്. പ്രിയരെ, അള്ളാഹു ഉദ്ദേശിച്ചാൽ ഏത് കാര്യവും മാറി മറിയുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ശുഭം. ഇവിടെ നിർത്തുന്നു ഈ കഥ. അസ്സലാമു അലൈക്കും. വേദിയിൽ ബിദായ വിഭാഗം കഥ പറയൽ മത്സരം തുടരുന്നു. ജഡ്ജസ് പ്ലീസ് നോട്ട് ദ നെക്സ്റ്റ് കോർ ലെറ്റർ F on the stage. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനൊരു കഥ പറയട്ടെ. കണ്ണീരിൽ കുതിർന്ന ഒരു ഹജ്ജ് യാത്ര എന്നാണ് എൻ്റെ കഥയുടെ പേര്. എങ്ങനെയുണ്ട്? സംഭവമല്ലേ? ഒരു ദിവസം ഞാനുണ്ട് ചങ്ങായിമാരും ലീവിന് നാട്ടിലേക്ക് പോകുമ്പോൾ റോഡിൽ കൂടെ ഇങ്ങനെ നടക്കേനു കേട്ടോ. അപ്പണ്ട് അവിടെ ഒന്നായിട്ട് ആൺകുട്ടികളും പെൺകുട്ടികളും യാതൊരു ഉറപ്പുള്ളാതെ ഇങ്ങനെ നടന്നു വന്നിട്ടോ. നമ്മൾ ജാതിക്ക് ധാരാമല്ലേ കൂട്ടരെ. അപ്പോഴാണ് എനിക്കൊരു കഥ ഓർമ്മ വന്നത്. ഫദുൽ അബി റളിയല്ലാഹുവിന്റെ ചരിത്രം. ഭയങ്കര ഗ്ലാമറായിരുന്നു മൂപ്പന്. ഇന്നത്തെ സിനിമാ നായകന്മാരുടെ ആനച്ചന്തം വന്നതല്ലായിരുന്നു. പിന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊർക്കിന് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആളേനു. അതുകൊണ്ട് തന്നെ മൂപ്പര് ഒടുങ്ങി. എന്താ അറിയാമോ? എങ്ങോട്ട് പോയാലും എങ്ങോട്ട് വന്നാലും സുന്ദരികളായ പെണ്ണുങ്ങൾ ഒളിഞ്ഞു നോക്കാൻ എമ്പാടും കാത്തിരുന്നു. മൂപ്പർക്ക് ഈ ദുനിയാവിനോട് യാതൊരു പൂതിയില്ലേനു. പിന്നെ മദീന പട്ടണത്തിൽ വലിയൊരു സമ്പന്നനുണ്ടേനു. അയാൾക്കൊരു മകളുണ്ടേനു. മകളെ പേരെന്തേനു? ജാലിയ എന്തേനു. അവൾക്ക് ഭയങ്കര ചൊർക്കേനു.
ഓളെ കാണാൻ സുന്ദരന്മാരായ കുറെ ആൾക്കാർ വന്നു, കുറെ മഹറും കൊണ്ടേനു. പക്ഷെ ഓൽക്കൊന്നും ഓളെ കിട്ടിയില്ല. കാരണം എന്താണെന്ന് അറിയാമോ? ഓളെ മനസ്സില് ഒരാളുണ്ടേനു. ആ അല്ലാ, ആരാണിപ്പോ ഇത്? നമ്മളെ കഥാനായകൻ ഫദർ റളിയല്ലാഹു. മൂപ്പരോട് പ്രേമം മൂത്ത് മൂപ്പരെ വശീകരിക്കാൻ പലവട്ടം ശ്രമിച്ചു. മൂപ്പർക്കുണ്ടോ ബുദ്ധി? ഒരിക്കലുമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിദായ വിഭാഗം കഥ പറയൽ മത്സരം തുടരുന്നു. ജഡ്ജസ് പ്ലീസ് നോട്ട് ദ നെക്സ്റ്റ് കോർ ലെറ്റർ ജി ഓൺ ദ സ്റ്റേജ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എന്റെ സ്നേഹനിധികളായ ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ സ്നേഹനിധികളായ വർണ്ണശലഭങ്ങളെ, അസ്സലാമു അലൈക്കും. സാംസ്കാരിക കേരളത്തിൻ്റെ നെറുകയിൽ സാരക വസന്തത്തെ അലകൾ തീർത്തുകൊണ്ട് ജാമ്യയുടെ ജൂനിയർ കോളേജായ ടുമിക്കിൽ അരങ്ങേറുന്ന യൂത്ത് 2K24 ഫെസ്റ്റിവലിൻ്റെ വേദിയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു കൊച്ചു കഥ പറഞ്ഞു തരാം. എൻ്റെ കഥയുടെ പേരെന്താണെന്ന് അറിയാമോ? വിസ്മയിപ്പിച്ച മാന്ത്രപുത്രൻ. എന്നാൽ ഞാൻ കഥയിലേക്ക് കടക്കാം. ഒരിക്കൽ മൂസ നബി അലൈഹി സ്വലാം അള്ളാഹുമായി സംസാരിക്കുകയായിരുന്നു. മൂസ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ചോദിച്ചു, എൻ്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ ആരാണ്? അള്ളാഹു താല പറഞ്ഞു, ഓ മൂസ, നിന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ ഒരു ഗ്രാമവാസിയായ ഒരു റിച്ചൂട്ടുകാരാണ്. ഇത് കേട്ടതും മൂസ നബി അലൈഹി സ്വലാം പ്രസ്തുത ഗ്രാമത്തിലേക്ക് യാത്രയായി. ധാരാളം കാടുകളും മലകളും താണ്ടിക്കൊണ്ട് മൂസ നബി അലൈഹി സ്വലാം പ്രസ്തുത ഗ്രാമത്തിലെത്തി. അവിടെ എത്തി അന്വേഷിച്ചപ്പോൾ മൂസ നബി അലൈഹി സ്വലാം അന്വേഷിച്ചവരാൻ മാത്രം സോലിഹായ ഉറച്ചുവെട്ടുകാരനും ഈ ഗ്രാമത്തിൽ ഇല്ല എന്നായിരുന്നു മൂസ നബി അലൈഹി സ്വലാം ലഭിച്ച മറുപടി. മൂസ നബി അലൈഹി സ്വലാം അവിടെ വിട്ട് വീണ്ടും യാത്രയായി. അന്വേഷണത്തിനൊടുവിൽ ഒരു ഇറച്ചുവെട്ടുകാരനെ കണ്ടുപിടിച്ചു. അയാളുടെ കടയുടെ അടുക്കലെത്തിയപ്പോൾ അയാൾ ധാരാളം പേർക്ക് ഇറച്ചു വെട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു. കുറച്ച് മാത്രം മാംസം ബാക്കി വെച്ച് ആ മനുഷ്യൻ മൂസ നബി അലൈഹി സ്വലാമിനോട് ചോദിച്ചു, അങ്ങ് ആരാണ്? ഞാൻ ഒരു യാത്രക്കാരനാണ്. അങ്ങ് എവിടെ നിന്ന് വരുന്നു? ഞാൻ അങ്ങ് മിസ്രിൽ നിന്ന് വരുന്നു എന്ന് മൂസ നബി അലൈഹി സ്വലാം പോവാൻ വേണ്ടി ഭാവിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഇന്ന് പോവരുത്, അങ്ങ് എൻ്റെ അതിഥിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും വീട്ടിലേക്ക് യാത്രയായി. നടന്നു ഒരു അടഞ്ഞു കിടക്കുന്ന വീടിന്റെ മുമ്പിലെത്തി. ആ മനുഷ്യൻ വീടിന്റെ വാതിൽ തള്ളി തുറന്നു. മൂസ നബി അലൈഹി സ്വലാമിനെ സ്വീകരിച്ച് ആനയിച്ചിരുത്തി. താൻ കൊണ്ടുവന്ന മാംസവുമായി അടുക്കളയിലേക്ക് പോയി കേയുകി അടുപ്പിലാക്കി. താൻ പാകം ചെയ്തുകൊണ്ടിരുന്ന മാംസവുമായി മൂസ നബി അലൈഹി സ്വലാമിന്റെ അടുക്കൽ ചെന്ന് കഴിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. മൂസ നബി അലൈഹി സ്വലാം ചോദിച്ചു, ഈ വീട്ടിൽ താങ്കളല്ലാതെ മറ്റാരുമില്ലേ? ഉണ്ട് എന്ന മറുപടിയുമായി ആ മനുഷ്യൻ വീണ്ടും അടുക്കളയിലേക്ക് തന്നെ പോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതാ ഒരു വൃദ്ധയായ മാതാവിനെ താങ്ങി പിടിച്ചുകൊണ്ട് ആ മനുഷ്യൻ വരുന്നു. ആ മനുഷ്യൻ മാതാവിന് ചാരുകസയിൽ ഇരുത്തിക്കൊണ്ട് ഒരു പിഞ്ചു കുഞ്ഞിന് മാതാവ് എങ്ങനെയാണോ ഭക്ഷണം കൊടുക്കുന്നത് അതുപോലെ ആ മാതാവിന്റെ മകൻ ഭക്ഷണം കൊടുത്തു. ഒരു ഇറച്ചി കഷ്ണം എടുത്ത് മയപ്പെടുത്തി മാതാവിന്റെ വായിൽ വെച്ച് കൊടുത്തു. കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുത്തു. മാതാവിനെ കുളിപ്പിച്ച് പുതുവസ്ത്രം അണിയിച്ചു. മാതാവിന് കിടന്നിരുന്ന മുറിയിലെ വിസർജന വസ്തുക്കളെല്ലാം മാറ്റി ശുദ്ധി വരുത്തി ആ മനുഷ്യൻ വീടിന്റെ വെളിയിലേക്ക് പോയി. ആ സമയം മാതാവിന്റെ അതരങ്ങൾ ചലിക്കുന്നതായി മൂസ നബി അലൈഹി സ്വലാമിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. മൂസ നബി അലൈഹി സ്വലാം ആ മാതാവ് എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിച്ചു കേട്ടു. എന്താണ് പറയുന്നതെന്ന് അറിയാമോ കൂട്ടുകാരെ?
യാ റബ്ബന, എൻ്റെ ഈ ശോധനയാവസ്ഥയിൽ എന്നെ സ്നേഹിച്ച് പരിപാലിക്കുന്ന എൻ്റെ മകനെ പ്രവാചകൻ മൂസ നബി ഇസ്ലാമിന് കൂടെ സ്വർഗത്തിലാക്കണേ എന്നായിരുന്നു ആ മാതാവിൻ്റെ പ്രാർത്ഥന. ഇത് കേട്ടതും മൂസ നബി ഇസ്ലാം സന്തോഷിച്ചു. ആ മകനെ, ആ മനുഷ്യനെ തൻ്റെ അടുക്കലേക്ക് വിളിച്ച് മൂസ നബി ഇസ്ലാം ചോദിച്ചു, ഞാൻ ആരാണെന്ന് അറിയാമോ മകനെ? അന കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, ഞാൻ പ്രവാചകൻ മൂസ നബി അലൈഹിസ്സലാമാണ്. ഇത് കേട്ടതും ആ മനുഷ്യൻ സന്തോഷഭരിതനായി കണ്ണുനീർ വാർത്തുകൊണ്ട് മൂസ നബി അലൈഹിസ്സലാമിനെ ആലിംഗനം ചെയ്തു. എന്നിട്ട് മൂസ നബി ഇസ്ലാം സലാം പറഞ്ഞു മടങ്ങി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ കഥയിൽ നമ്മുടെ ഗുണപാഠം എന്താണ്? ഞാൻ നമ്മുടെ മാതാപിതാക്കൾക്ക് ധാരാളം ഹിദ്മത്ത് കൊടുക്കുക. അവരുടെ ദുആക്ക് തീർച്ചയായും ഉത്തരം ലഭിക്കും. മാതാപിതാക്കളുടെ ഗുരുത്വവും പൊരുത്തവും ഉള്ളവർ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കഥ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അബ്ദുറഹ്മാനെ, ഇവിടെ നല്ലൊരു കഥ പറയുമ്പോഴാണോ എൻ്റെ ഒരു ഉറക്കം കണ്ടില്ല? എണീക്കട അവിടുന്ന്. അനക്കിന്റെ കഥന്റെ പേരെന്താ അറിയോ? അറിയൂല? ഞാൻ പറഞ്ഞു തരാം. ആത്മാർത്ഥയുടെ വില. ഒരിക്കലും ഒരു വലിയ നാട്ടില് മൊയ്ത് പറഞ്ഞൊരു പെയിന്റർ ഉണ്ടായിരുന്നു കേട്ടോ. അവന്റെ ജോലി എന്താ അറിയോ? വീടുകള്, വാതിലുകള്, വേലികള്, തോണികള്, ഇതൊക്കെ പെയിന്റ് അടിക്കലാണോ അവന്റെ ജോലി. ഒരിക്കലും അവന്റെ നാട്ടിക്ക് ഒരു വലിയ പണക്കാരനായ വ്യാപാരി വന്നു. വ്യാപാരിന്റെ പ്ലാൻ എന്താ അറിയോ? 4 ദിവസം കറങ്ങുക. അങ്ങനെ വ്യാപാരി മൊയ്തുവിനെ തിരക്കി. എന്തിന്? പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മൊയ്ത് വ്യാപാരിന്റെ പേരേക്ക് പോണ വയ്ക്കലാണ് മൊയ്തുവിന്റെ കൂട്ടുകാരൻ ബാപ്പുട്ടി ഒന്ന് ചോദിക്കാണ്, അല്ല മൊയ്തു, ഇജ വ്യാപാരിന്റെ വീട്ടുക? അതെ. എന്നാ വ്യാപാരിയുടെ 5 സ്വർണ്ണ നാണയം ചോദിച്ചോ? 5 സ്വർണ്ണ നാണയോ? 5 സ്വർണ്ണ ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല, ആരോട് ഞാൻ ചോദിക്കാൻ പോകണമില്ല. അങ്ങനെ ബാപ്പുട്ടിയോട് സലാം പറഞ്ഞ് മൊയ്ത് വ്യാപാരിന്റെ വീടിന് മുമ്പിലെത്തിയപ്പോ മൊയ്ത് അന്തം വിട്ട കുന്തം പോലെ, കുത്തുബ് മിനാർ പോലത്തെ ഒരു പെര. മൊയ്ത് ഗേറ്റാണെന്ന് കാണുന്നപ്പോത്തിന് വ്യാപാരി പുറത്തിറങ്ങി. ആ ജാടാ മൊയ്തു? അതെ, എന്റെ തോണിക്കൊന്ന് പെയിന്റ് അടിക്കാണ്ടായിരുന്നു. എന്റെ തോണിക്ക് പെയിന്റ് അടിക്കാൻ എത്ര രൂപ വേണ്ടി വരും? 4 സ്വർണ്ണ നാണയം മതി. അതുള്ളൂ, എന്നാ പിടിച്ചോ. അങ്ങനെ മൊയ്തു ഓടിച്ചെന്ന് എങ്ങട്ട്? പോയക്കരക്ക്. അവിടെ ഇങ്ങനെ നോക്കിയപ്പോ ഉണ്ട് ഒരു തോണി. അതിങ്ങനെ പെയിന്റ് അടിക്കാൻ തുടങ്ങിയപ്പോ അതിനൊരലാക്കിന്റെ ഒരു ഓട്ട. മൊയ്തു നെട്ടിപ്പോയി. ആദ്യം ഓട്ടയൊക്കെ ശരിയാക്കിയ ശേഷം മൊയ്തു പെയിന്റ് അടിക്കാൻ തുടങ്ങി. കുറെ നേരം കഴിഞ്ഞപ്പോ പെയിന്റ് അടി പൂർത്തിയായി. അങ്ങനെ മൊയ്തു വ്യാപാരിയോട് പറഞ്ഞു, മുതലാളി പണി പൂർത്തിയായിക്കണോ? നോക്കിക്കാളി. അങ്ങനെ വ്യാപാരി നോക്കി. മൊയ്തു, ഇതെന്താ സാധനം? ജാള് ഉഷാറാണല്ലോ. അപ്പ അട കൊടുത്തു 4 വെള്ളി നാണയം. അങ്ങനെ മൊയ്തു പോയി. വ്യാപാരിന്റെ കുട്ടിയക്കും ഒരു 10 റുപ്യേനെ പോകുന്നുണ്ടായിരുന്നു. എന്താണെന്നറിയോ? തോണിയാത്ര പോകാൻ. അങ്ങനെ വ്യാപാരിന്റെ കെട്ടിയോളും കുട്ടികളെയും തോണിയാത്രക്ക് പറഞ്ഞേച്ച് യാത്രക്ക് പറഞ്ഞ് വ്യാപാരി അവന്റെ പുരക്ക് ഇങ്ങനെ പോരാണ്. അപ്പൊ ഉണ്ട് പൂന്തോട്ടക്കാരൻ വരുന്നു. അല്ല മുതലാളി, ഇന്നെന്താ നേരത്തെ? ഞാൻ എൻ്റെ കെട്ടിയോളും കുട്ടികളെയും തോണിയാത്രക്ക് പറഞ്ഞേച്ച്. തോണിയാത്രക്കോ? വിടരുതെന്ന്. എന്തേ? തോണിക്കൊരലാക്കിന്റെ ഒരു ഓട്ടം ഉണ്ടായിരുന്നു. കേട്ട പാടെ വാണം വിട്ട പോക്ക പോയക്കരക്ക്. അവിടെ ഇങ്ങനെ കുറേ നേരം നോക്കി, ആരെയും കാണുന്നില്ല. കുൽസോ കുട്ടികളെ, മക്കളെ, കുൽസോ. വ്യാപാരി കുറേ നേരം കരഞ്ഞ്. കുറച്ചതിന് നോക്കിയപ്പോണ്ട് അതേ തോണിയിൽ ഓല അങ്ങനെ വരുന്നു. നിങ്ങൾ സുരക്ഷിതരാണോ? ഞാൻ നിങ്ങളെ തേടി കുറേ കരഞ്ഞ്. എന്നാലും ആരാ പോട്ടടച്ചിക്ക? വ്യാപാരി കുറേ നേരം ചിന്തിച്ചു. ആ പിടികിട്ടി, നമ്മുടെ മൊയ്തു തന്നെ. മൊയ്തിനെ വിളിച്ചെടുത്ത് 100 സ്വർണ്ണാണയം കണ്ടു കൊടുത്തു. അപ്പൊ മൊയ്തു വെച്ചു, അല്ല മുതലാളി, ഒരു ചെറിയൊരു ഓട്ടടച്ചതിനാണോ 100 സ്വർണ്ണ നാണയം? അല്ല, ഇജെന്റെ കുടുംബത്തെ രക്ഷിച്ചതിനാണ്. ഇരിക്കട്ടെ. ഹൗ, പറഞ്ഞു ഞാനും മടുത്തു, കേട്ട് നിങ്ങളും മടുത്തു. അതുകൊണ്ട് ഞാൻ പോണു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.